മാസപ്പടി കേസിൽ CMRLന്റെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറും MD ശശിധരൻ കർത്തയുടെ ഭാര്യയുമായ ജയ എസ് കർത്തയും ചോദ്യം ചെയ്യലിന് ഹാജരായി. കൊച്ചി ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. വീണ വിജയനെ നാളെ ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജിജീഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ജിജീഷ്, ഇന്നലെ ശശിധരൻ കർത്തയുടെ മകളെയാണ് ചോദ്യം ചെയ്തത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അതുപോലെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറായ ശരൺ എസ് കർത്തയെയും ചോദ്യം ചെയ്യുന്നു. അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ ജിജീഷ്? കാരണം നേരത്തെയും ചോദ്യം ചെയ്യലൊക്കെ നടന്നതാണ്. മറ്റ് ഏജൻസികൾ, EDയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല. മറ്റ് ഏജൻസികളൊക്കെ ചോദ്യം ചെയ്തതാണ്. സ്വാഭാവികമായും ആ ചോദ്യം ചെയ്യലിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ EDക്ക് വ്യക്തമായിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുന്നത്. അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ നാളെ വീണയെ ചോദ്യം ചെയ്യുക. വീണ നാളെ ചോദ്യം ചെയ്യൽ ഹാജരാകുകയാണെങ്കിൽ ഇനി അസുഖം കാരണം പറഞ്ഞ് വീണ്ടും ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകുമോ എന്നൊക്കെ അറിയില്ല. പക്ഷേ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? അത്രയും വളരെ സോളിഡായിട്ടുള്ള തെളിവുകൾ EDക്ക് ലഭിച്ചിട്ടുണ്ടോ? ഈ ഇടപാടിലേക്ക് വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ ഇടപാട് ശരിയാണെന്ന് അംഗീകരിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള തെളിവുകൾ EDയുടെ പക്കൽ ഉണ്ടോ? അനിൽ നമ്പ്യാർ, ഏറ്റവും പ്രധാനപ്പെട്ട പല തെളിവുകളും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുണ്ട്. നിർണായകമായ നിരവധി രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈവശം എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ SFIO കണ്ടെത്തിയ രേഖകളടക്കമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ശരൺ എസ് കർത്തയെയും ഒപ്പം തന്നെ ജയ എസ് കർത്തയെയും അന്വേഷണ സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത്. അത് എംപവർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ് ഇരുവരെയും പ്രധാനമായും ഇന്ന് ചോദ്യം ചെയ്യുന്നത്. കാരണം എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ധനകാര്യ സ്ഥാപനം, ഇത്തരത്തിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം CMRLന്റെ അനുബന്ധ സ്ഥാപനമായി പ്രവർത്തിച്ചിരുന്നു. ഈ സ്ഥാപനമാണ് 50 ലക്ഷം രൂപ 2 തവണയായി 25 ലക്ഷം രൂപ എന്ന കണക്കിൽ 50 ലക്ഷം രൂപ വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് നൽകുകയും ചെയ്തത്. വായ്പ എന്ന നിലയിലാണ് നൽകിയത്. എന്നാൽ ആ പണം ഒരു ഘട്ടത്തിലും തിരിച്ചടച്ചിരുന്നില്ല. ആദ്യം എടുത്ത വായ്പ പോലും തിരിച്ചടയ്ക്കാത്ത ഘട്ടത്തിൽ 2017 മുതലാണ് ഈ ഒരു ഇടപാടുകൾ തുടങ്ങുന്നത്. 2016, 2017, 2018 എല്ലാം തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. 2016 ആദ്യം ഈ ഒരു ഇടപാട് നടക്കുന്നത്. അങ്ങനെ വായ്പ തിരിച്ചടക്കാതിരിക്കുമ്പോൾ സാധാരണ നിലയിൽ പണം കടം കൊടുക്കുന്നവർ വീണ്ടും അത് കൊടുക്കുന്ന പതിവില്ല. അല്ലെങ്കിൽ വായ്പ വീണ്ടും ചോദിക്കുമ്പോൾ അത് റിജക്ട് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. എങ്കിൽ വലിയ തുക കുടിശ്ശികയായി ഇരിക്കുമ്പോൾ തന്നെയാണ് വീണയുടെ കമ്പനിക്ക് വീണ്ടും പണം നൽകിയത്. അതുതന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കൃത്യമായ പണം വീണയുടെ കൈവശം എത്തണം, അത് എക്സാലോജിക്കിന്റെ പേരിൽ എത്തണം. എന്നാൽ മറ്റു ചില ലക്ഷ്യങ്ങളോട് കൂടിയാണ്, മറ്റു സാമ്പത്തിക താല്പര്യങ്ങൾ, ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നൽകുന്ന പണമാണ് എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം 2,78 ലക്ഷം രൂപ മറ്റൊരു ഇടപാടുകളിലൂടെ ഇത് വീണ വാങ്ങിയെടുത്തിട്ടുണ്ട്. അത് IT സേവനങ്ങളുടെ മറവിൽ എന്ന പേരിലായിരുന്നു. IT സേവനങ്ങൾ നൽകിയെന്ന പേരിൽ 3 ലക്ഷം രൂപ നേരിട്ടും 5 ലക്ഷം രൂപ കമ്പനിയുടെ ഇടപാടിലും എല്ലാമായി 2,78 ലക്ഷം രൂപ പല തവണകളിലായി വാങ്ങിയെടുത്തതിന് പുറമെയാണ് 50 ലക്ഷം രൂപ നൽകിയിരിക്കുന്നത്. അത് എന്തിനു നൽകി? ആ പണം പകരം ആ തിരിച്ചടവ് എത്രമാത്രം ഉണ്ടായിട്ടുണ്ട്, തിരിച്ചടവ് ഇല്ലാതിരുന്നിട്ടും എന്തെങ്കിലും നടപടി എടുത്തോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ എംപവർ ഇന്ത്യയുടെ കൂടി ഡയറക്ടർമാരായ ജയ കർത്തയോട് പ്രധാനമായും ചോദിക്കുന്നത്. കാരണം ജയ കർത്തയും ഒപ്പം തന്നെ ശശിധരൻ കർത്തയും ചേർന്ന് ആരംഭിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ നിലവിൽ എംപവർ ഇന്ത്യ. ആ എംപവർ ഇന്ത്യ മാത്രമല്ല, നിപുണ എന്ന പേരിൽ മകളെ ഡയറക്ടറാക്കി മറ്റൊരു സ്ഥാപനവും ആരംഭിച്ചു. അങ്ങനെ ഷെൽ കമ്പനികളിലൂടെ കോടിക്കണക്കിന് രൂപ മാറ്റിയതിനൊപ്പം തന്നെ വീണയുടെ കയ്യിലേക്ക് പണം എത്തുന്നതിനുള്ള നീക്കങ്ങൾ കൃത്യമായി നടത്തുകയും ചെയ്തു. നാളെ വീണ വിജയൻ ചോദ്യമുന്നിലേക്ക് എത്തുമ്പോൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമ്പോൾ പ്രധാനമായും അന്വേഷണ സംഘത്തിന് ലഭിക്കാനുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ പണം എന്തുകൊണ്ട് തിരിച്ചടവില്ലാത്ത പണം വീണ്ടും ഇത്തരത്തിൽ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി.
2,78,00,000 രൂപ എന്ത് സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണയുടെ എക്സാലോജിക് എന്ന കടലാസ് കമ്പനിയും, കാരണം ബംഗളൂരിൽ അതിന്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ഓഫീസ് ഇല്ല എന്ന കാര്യം കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിൽ പോലും, പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പോലും വീണ സമ്മതിച്ചിട്ടുണ്ട്. റെയ്ഡിനിടെ വിശദാംശങ്ങൾ തേടിയപ്പോഴായിരുന്നു അതൊരു ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അല്ല എന്ന കാര്യം വീണ സമ്മതിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലെല്ലാം കൂടുതൽ നാളെ വ്യക്തത തേടുന്നതിന് മുന്നോടിയായിട്ട് തന്നെയാണ് എംപവർ ഇന്ത്യയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സരണസ് കർത്തയെയും ജയ കർത്തയെയും ചോദ്യം ചെയ്തിരിക്കുന്നത്. അനിൽ നമ്പ്യാർ.